നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ ഈ കിടക്കുന്ന പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മളെന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു കവറിൽ അതിനെ സൂക്ഷിക്കുക. അതിന് ശേഷം ഇത് മൊത്തം അതിനകത്ത് പ്ലാസ്റ്റിക്കാണ്. അതിനകത്ത് മുട്ടായി കവറുണ്ട്, ബിസ്ക്കറ്റ് കവറുണ്ട്, പാൽ കവറുണ്ട്, എല്ലാ കവറുകളും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ നമസ്കാരം, നിങ്ങളെ ഈ വീട്ടിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്താ ചെയ്യേണ്ടത്? ഒരു സൈഡിൽ കൂട്ടിയിടുകയാണോ പതിവ്, അതോ എവിടെയെങ്കിലും കൊണ്ട് കളയുകയാണോ പതിവ്, അല്ലോ കത്തിക്കുകയാണോ പതിവ്, അതോ ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാറുണ്ടോ? ഈ ഹരിത കർമ്മസേന എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മളിത് ഇന്ന് വാങ്ങിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും പ്ലാസ്റ്റിക്കുകളിൽ തന്നെയാണ്. അപ്പോൾ അതൊരു വലിയൊരു വിഷയമാണ്. ഈ പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇപ്പോൾ ആക്രിക്കാർ വന്നു കഴിഞ്ഞാൽ എടുക്കത്തില്ല. അല്ലാതെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ബോട്ടിൽസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ അവരെടുക്കും. അല്ലാതെ ഈ പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളും ഒന്നും എടുക്കില്ല അവർ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു സമയത്ത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് മിക്കവാറും വീടുകളിലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു വയലിലോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്തോ ഒക്കെ കളയും. അതാണ് സാഹചര്യമായിരുന്നത്. പക്ഷേ ഇന്ന് ഹരിത കർമ്മസേന എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ ഉണ്ട്, കോർപ്പറേഷനിലും അതുപോലെ ഉണ്ട്. അപ്പോൾ ഇത് വന്ന സമയത്ത് ഒരുപാട് പേർക്ക് എതിർപ്പായിരുന്നു. കാരണം ഈ കാശ് അങ്ങോട്ട് കൊടുക്കണം. തുടക്കത്തിൽ 30 രൂപയൊക്കെയായിരുന്നു നമ്മുടെ പഞ്ചായത്ത്, ഇവിടെ മലയങ്കിഴി പഞ്ചായത്തിലൊക്കെ 30 രൂപയായിരുന്നു. ഇപ്പോൾ അത് 50 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൈസ എന്തിനാണ് കൊടുക്കുന്നത്, അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഈ ഹരിത കർമ്മസേനയ്ക്ക് ഈ സാധനങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്തിനാണ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ പറയുന്നതേ, അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കരമടയ്ക്കാൻ പോകുമ്പോഴൊക്കെ അവിടെ അത് കറക്റ്റായിട്ട് എഴുതിയിടും, അതൊക്കെ വിഷയങ്ങളാവും. പിന്നെ പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല, ഈ പൈസ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളെ വീട്ടിൽ ഈ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ശേഖരങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളിട്ട് കത്തിക്കുന്നതിനേക്കാൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതിനൊരു 50 രൂപ അങ്ങോട്ട് കൊടുത്താലും വേണ്ടുള്ളന്നേ. മനസ്സിലായില്ലേ? ഒരു 50 രൂപ അല്ലെങ്കിൽ 30 രൂപ സിറ്റി സ്ഥലങ്ങളിലൊക്കെ 100 രൂപയാണ് ഷോപ്പുകളുടെ ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അതൊരു 50 രൂപ കൊടുത്തിരുന്നാലും വിഷയമില്ല. കാരണം ഈ പ്ലാസ്റ്റിക് മാറുമല്ലോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിച്ച് അതിൻ്റെ പുക ശ്വസിക്കേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂട്ടിയിട്ട് അല്ലെങ്കിൽ വല്ലവരും പറമ്പിൽ കൊണ്ട് കളയേണ്ട അവസ്ഥയില്ലല്ലോ. അപ്പോൾ ഈ 50 രൂപ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വരുന്ന ഈ പണി ചെയ്യുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് സാലറി കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ വരുന്നവരുടെ കാര്യങ്ങളും വളരെ ഇതാണ്. കാരണം അത്രയും ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് അവർ ആ ജോലിക്ക് ഇറങ്ങുന്നത്. വലിയ സാലറിയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അപ്പോൾ ഈ ഒരു കാശ് വെച്ചിട്ടാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത് എന്ന് പറയുന്നു. പക്ഷേ ശമ്പളം ഇപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ? കിട്ടുന്നുണ്ടായിരിക്കാം, കിട്ടട്ടെ വിശ്വസിക്കുക. കാരണം അത്രത്തോളം അവർ വളരെ ബുദ്ധിമുട്ടി പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹരിത കർമ്മസേന നിങ്ങളുടെ പഞ്ചായത്തിലുണ്ട്, എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ മാസത്തിലും വന്ന് എടുക്കാറാണ് പതിവ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 മാസത്തെ ഒരു ഗ്യാപ്പ് എന്തോ വന്നു. എന്നിരുന്നാലും അവർ വന്നെടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തീർച്ചയായിട്ടും ഒരു മുട്ടായി കവർ ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എന്തുണ്ടെങ്കിൽ തന്നെ അത് നമ്മളൊരു സഞ്ചിയിൽ വലിയൊരു ചാക്കലോ എല്ലാം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അവർക്കത് കൈമാറുക. ഞാൻ ഇവിടെ ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വാ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. വാ. ഇതാണ് ഇവിടെ ഈ കിടക്കുന്ന പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മളെന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു കവറിൽ അതിനെ സൂക്ഷിക്കുക. എന്നതിന് ശേഷം ഇത് മൊത്തം ഇതിനകത്ത് പ്ലാസ്റ്റിക്കുകളാണ്. അതിനകത്ത് മുട്ടായി കവറുണ്ട്, ബിസ്ക്കറ്റ് കവറുണ്ട്, പാൽ കവറുണ്ട്, എല്ലാ കവറുകളും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒരു ചാക്ക് നമ്മളിതുപോലെ സൂക്ഷിച്ചൊരു തൂക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വയ്ക്കുക. അപ്പോൾ നമ്മൾ പുറമേ ഉള്ള പ്ലാസ്റ്റിക്കുകൾ കംപ്ലീറ്റ് ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അവർ വരുമ്പോൾ ഈ ചാക്കോടെ എടുത്താൽ കൊടുക്കുക. ഒരു മാസത്തിൽ എന്തായാലും ഈ ചാക്ക് നിറയും. ഇല്ലെങ്കിൽ ഒരു ചാക്കും കൂടെ നമ്മൾ വയ്ക്കുക. അതാണ്. ഇപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. പിന്നെ ഇവിടെ നമ്മൾ ആക്രി ഇതുപോലുള്ള ഹരിത കർമ്മസേന അവർ എടുക്കാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കില്ല. ഇപ്പോൾ അത് പുതുതായിട്ട് എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നല്ലേ. അപ്പോൾ എങ്കിൽ അതും അവർ എടുക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ ആക്രിയിൽ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് നമുക്ക് എന്തെങ്കിലും പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നമ്മളിവിടുത്തെ പരിപാടി ഇങ്ങനെയാണ്. അതായത് നമ്മൾ മൊത്തം പ്ലാസ്റ്റിക്കുകൾ ഞാനിപ്പോൾ കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് ഒരു മുട്ടായി കവർ പോലും വെളിയിൽ കളയാനുള്ള ഒരു സമ്മതം വീട്ടിൽ കൊടുക്കാറില്ല. സാധനം എടുത്ത് ഞാനിതുപോലെ ഒരു കവറിലാക്കിയിട്ട് അവർ വരുമ്പോൾ കൊടുക്കുകയാണ് പതിവ്. ഇങ്ങനെ ഓരോ വീട്ടിലും നമ്മൾ ആ പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ സംഭരിച്ച് ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ചിലർ ഇങ്ങനെ ഈ 50 രൂപ 100 രൂപ കൊടുക്കാനുള്ള ചെറിയൊരു മടി കാരണം കൊടുക്കാറില്ല. അവർ ആ ഒരു പരാതി കാരണം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ട്. അത് ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, സമൂഹത്തിന് അത് മോശം. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വീട്ടിലും മാലിന്യമുക്തമാക്കി കഴിഞ്ഞാൽ, ഈ പ്ലാസ്റ്റിക് മുക്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ക്ലിയറായി വരും. കാരണം ഇത് അവർ കൊണ്ടുപോയിട്ട് റീസൈക്ലിങ്ങും മറ്റു സംഭവങ്ങളിലോട്ട് കൊണ്ടുപോവുകയാണ്.
അപ്പോൾ ഇനി എനിക്ക് ഒരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള പ്ലാസ്റ്റിക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആക്രിക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള എടുക്കുമെന്നാണ് പറയുന്നത്. ഇല്ലാത്തുള്ളതൊക്കെ നമ്മൾ ഈ കോർപ്പറേഷനിൽ, അതായത് തിരുവനന്തപുരത്താണെങ്കിൽ വെള്ളയമ്പലം കവടിയാർ ഭാഗത്തൊക്കെ ഓരോ ഡമ്പിങ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കൊണ്ടുപോയി നമ്മളിപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഇപ്പോൾ ഗ്ലാസ്, ചെരുപ്പ്, ഇപ്പോൾ തുണികൾ, അതൊക്കെ നമുക്ക് വേസ്റ്റായിട്ടുള്ളത് നമുക്ക് അതിനകത്ത് ഡംപ് ചെയ്ത് തരാൻ പറ്റി പേരെഴുതി ഒപ്പിട്ട് കൊടുക്കാം. പക്ഷേ പൈസയൊന്നും അങ്ങോട്ട് കൊടുക്കണ്ട. ആ രീതിയിൽ തിരുവനന്തപുരത്താണെങ്കിൽ, സിറ്റിക്കകത്താണെങ്കിൽ കോർപ്പറേഷനിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പഞ്ചായത്തുകളിലാണെങ്കിൽ ഹരിത കർമ്മസേനയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അല്ല, നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വലിയൊരു വിഷയമാണ്. ആൾക്കാർ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പഞ്ചായത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാരിതോഷം കൊടുക്കുന്നൊരവസ്ഥ വരെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം മിക്കവാറും ആൾക്കാരെല്ലാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ ഹരിതകർമ്മ സേന വന്നതിന് ശേഷം. അതോടൊപ്പം തന്നെ അവരുടെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്. കാരണം അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അവരെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ട് കാരണമാണ്. പക്ഷേ ശമ്പളം അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളതും കൂടെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ, അവലോകനങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, കണ്ടുകൊണ്ടിരിക്കാം, കേട്ടുകൊണ്ടിരിക്കാം. അതുവരേക്കും കാണാം.